2 ദിവസം മുമ്പ് എനിക്ക് നല്ല പനിയായിരുന്നു. സാധാരണഗതിയിൽ അസുഖങ്ങൾ വരുമ്പോൾ വീട്ടിൽ അറിയിക്കാറില്ല. പക്ഷെ അന്ന് വീട്ടിൽ അറിഞ്ഞത് മുതൽ അമ്മയുടെ ഫോൺ കോൾ കൂടുതലാണ്. ഓരോ നിമിഷവും വിളിച്ച് ഭക്ഷണം കഴിക്കണമെന്നും മരുന്ന് കഴിക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ഫോൺ കോൾസ് ഒരു ദിവസം 20-30 പ്രാവശ്യമായിട്ട് കൂടിയിട്ടുണ്ട്. എൻ്റെ പപ്പ അറിഞ്ഞിട്ട് ഒരിക്കൽ പോലും വിളിച്ചില്ല. വിളിക്കാത്തതിന് കാരണം എന്താ വെച്ചാൽ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം, എൻ്റെ പപ്പയ്ക്ക് എൻ്റെ മേൽ കോൺഫിഡൻസ് ആണ്. അവൻ്റെ കാര്യം അവൻ ചെയ്തോളും. ഇത് പപ്പയ്ക്ക് എൻ്റെ മേലുള്ള കോൺഫിഡൻസ് ആണ്. ഏതൊരു പ്രശ്നമോ എന്തൊരു സങ്കീർണമായ ജീവിത കാലഘട്ടങ്ങൾക്കിടയിലും എൻ്റെ പപ്പ എൻ്റെ പിന്നാലെ വരാറില്ല. ഞാൻ നടക്കുമെന്നും മുന്നോട്ട് പോകുമെന്നൊരു ധൈര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അമ്മ അങ്ങനെയല്ല. അമ്മയ്ക്കിപ്പോഴും പല ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു വേദനയിലാണ്, കഷ്ടപ്പാടിലാണെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഫോൺ കോൾസ് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു അനുഭവം പറയാൻ എല്ലാ മക്കൾക്കും സാധിക്കും. കാരണം അമ്മ ഹൃദയം കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. ഇന്ന് ആഗോള സഭ പരിശുദ്ധ കന്യകാമറിയം സഭയുടെ മാതാവെന്ന ഓർമ്മയിലെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. സുവിശേഷം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യേശുവിൻ്റെ കുരിശിൻ്റെ താഴെ അവൻ്റെ അമ്മയായ മറിയവും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽപ്പുണ്ടായിരുന്നു. അതാണ് ഒരമ്മ മനസ്സെന്നുള്ള പ്രത്യേകത. കുരിശിൻ്റെ താഴെ നിന്ന് ഇവർക്ക് പോകാൻ കഴിയില്ല. ഏതൊരു സങ്കീർണമായ കാലഘട്ടത്തിലും കഷ്ടപ്പാടിൻ്റെ കാലഘട്ടത്തിലും അമ്മ അടുത്തുണ്ടാകും. അമ്മ അങ്ങനെയൊന്നും വിട്ടു പോകില്ല. അമ്മ ഹൃദയം കൊണ്ട് മാത്രം ചിന്തിക്കുന്നൊരു സ്ത്രീയാണ്. അതാണ് പരിശുദ്ധ കന്യകാമറിയത്തെ സഭയുടെ അമ്മയായിട്ട് പ്രഖ്യാപിക്കുന്നത്. സഭ ഏതൊരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും വെല്ലുവിളിയിലൂടെ കടന്നു പോകുമ്പോഴും ആ അമ്മ കൂടെ ഉണ്ടായിരിക്കും. പരിശുദ്ധ അമ്മയുടെ കൂടെയുള്ള സാന്നിധ്യമാണ് സഭ ഇപ്പോഴും വളർത്തിയിട്ടുള്ളത്. സഭയ്ക്ക് ഒരു അമ്മ മനസ്സ് നൽകപ്പെട്ടതിനും കാരണം ഇത് തന്നെയാണ്. ഏതൊരു സങ്കീർണമായ ജീവിത സാഹചര്യത്തിനിടയിലും വിശ്വാസികളെ വിട്ടു പോകാതിരിക്കുക എന്നൊരു ദൗത്യം കൂടി സഭയ്ക്കുണ്ട്. ക്രിസ്തു എന്തുമാത്രം മനുഷ്യരോടൊപ്പമായിരുന്നു, അതേ കണക്ക് സഭയും ഒരമ്മ മനസ്സിലൂടെ വിശ്വാസികളോടൊപ്പമായിരിക്കണം. ഇങ്ങനെ ഒരമ്മ മനസ്സ് എല്ലായ്പ്പോഴും സഭ സൂക്ഷിക്കണമെന്നും സഭ അതിലാണ് വളർന്നെന്നൊരു ഓർമ്മപ്പെടുത്തൽ നൽകാനാണ് ഈ തിരുനാൾ. എനിക്ക് തോന്നുന്നു നമുക്കെല്ലാവർക്കും ഒരമ്മ മനസ്സ് അത്യാവശ്യമാണ്. ഒരിക്കലും വേർപിരിയാത്ത, ഏതൊരു ജീവിത സങ്കീർണമായ കാലഘട്ടത്തിലും കൂടെ നിൽക്കുന്ന ഒരമ്മ മനസ്സ്. അങ്ങനെ ഒരു സഭയിൽ നമുക്ക് പരസ്പരം ഹൃദയം കൊണ്ട് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.